ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ വിചാരിക്കേണ്ടത് ഇനി ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമുക്ക് വ്ളോഗുകൾ ഇടാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുട്ടും മാങ്ങയും തിന്നണ ഒരു റീൽ ഇൻസ്റ്റഗ്രാമിൽ കുറേ കാലങ്ങളല്ല ഇപ്പോൾ അടുത്തായിട്ട് ഇങ്ങനെ ട്രെൻഡിങ് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം കണ്ടാൽ എനിക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ. അപ്പോൾ പുട്ടുണ്ടാക്കിയപ്പോൾ ഞാൻ ബിബിനേട്ടനോട് പറഞ്ഞു നമുക്ക് പുട്ടും മാങ്ങയും തിന്ന് നോക്കാമെന്ന്. കാരണം ബിബിനേട്ടന് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടും കറണ്ട് ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഹോളിലേക്ക് വന്ന്, കാരണം ചെത്തുന്നത് വീഡിയോ എടുക്കണമല്ലോ, ലൈറ്റ് ഇല്ലാഞ്ഞാൽ കാണൂലല്ലോ. അങ്ങനെ ബിബിനേട്ടൻ മാങ്ങയൊക്കെ ചെത്തി സെറ്റാക്കി തരികയാണ് കേട്ടോ. പഴുത്തതും ഉണ്ടേനി പച്ച ഉണ്ടേനി. ഇപ്പം ചെത്തിക്കൊണ്ടിരിക്കണത് പച്ചയല്ല, അത്ര മധുരമില്ലാത്തൊരു ടൈപ്പ് മാങ്ങയേനി കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങയാകുമ്പോൾ അങ്ങനെ കുഴച്ച് തിന്നണ റീൽ സെറ്റ് ആവുള്ളൂ. ബിബിനേട്ടൻ ചെത്തി തന്നാണ്. അപ്പോൾ ഞാൻ ബിബിനേട്ടനെയും കൂട്ടി മാങ്ങ തിന്നണ വ്ളോഗ് വീഡിയോ എടുക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ എന്തൊക്കെയൊക്കെ വേറെ നോയ്സ് അതിൻ്റെ ഇടയിൽ കൂടെ വന്നതുകൊണ്ട് ആ വ്ളോഗ് ആ വോയിസ് ഓവർ ഞാൻ മ്യൂട്ട് ചെയ്തതാണ്. അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ആ മാങ്ങ മാറ്റി നമ്മൾ വേറെ മാങ്ങ ചെത്താണ്. അങ്ങനെ ചെത്തിയ മാങ്ങ എനിക്ക് തരുന്നതിൻ്റെ മുന്നേ തന്നെ ബിബിനേട്ടൻ ഇടയ്ക്കിടയ്ക്ക് തിന്ന് തുടങ്ങിയിട്ടുണ്ടേനി. അത് വേറൊരു പച്ചയായ സത്യമാണ്. വീട്ടിലിപ്പോൾ ഫ്രിഡ്ജിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് മാങ്ങയാണ് കേട്ടോ. ഒന്നാമത് സീസണൽ ഫ്രൂട്ടാണ്, പിന്നെ ബിബിനേട്ടന് ഭയങ്കരമായി ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നല്ല പഴുത്ത മാങ്ങ കണ്ടെത്തി ചെത്തിയത് കേട്ടോ. നല്ല പഴുത്തിട്ടുണ്ടേനി, ഇത് നല്ല മധുരം ഉണ്ടേനി. അങ്ങനെ പുട്ട് വെച്ചതിന് ശേഷം മാങ്ങ ചെത്തിയത് അതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഞാനിങ്ങനെ കുഴച്ച് തിന്നാണ്. നല്ല പോലെ ആ വീഡിയോയിൽ കണ്ട പോലെ കുഴക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ യെസ്, ഞാൻ കണ്ടൊരു സംഭവം ഞാൻ ചെയ്തു എന്നുള്ള സന്തോഷം ഉണ്ടായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും സംഭവം കണ്ടാൽ അത് ചെയ്തു നോക്കാഞ്ഞാലൊരു ഇടങ്ങേറ് ഉണ്ടാവലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ബിബിനേട്ടൻ മാങ്ങ എൻ്റെ പ്ലേറ്റിലേക്ക് ചെത്തിട്ടണതാണ് ആ തെറിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ നല്ലപോലെ വീണ്ടും ആ റീല് പോലെ നല്ലോണം സെറ്റായി വരാൻ, റീല് കണ്ട പോലെ വരാൻ വേണ്ടി നല്ലോണം കുഴക്കുകയാണ്. അങ്ങനെ മാങ്ങ തിന്നുകൊണ്ട് നിന്നെ ബിബിനേട്ടനോട് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് നിങ്ങൾ ടേസ്റ്റ് നോക്കുന്നത്, എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ തിന്നിട്ടോ. പിന്നെ പറഞ്ഞു എങ്ങനെയുണ്ടോ വെച്ചാൽ പുട്ടുപൊടിയിൽ മാങ്ങ കുഴച്ച മാതിരി ഉണ്ട്, വലിയ കുഴപ്പമില്ല, എന്നാൽ നല്ല ടേസ്റ്റും ഇല്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ബിബിനേട്ടൻ മാങ്ങ വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ബാക്കി തിന്നണതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. പിന്നെ നമ്മളെ റൂമിൽ ഇപ്പം പുതിയ 2 അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ. 2 കുഞ്ഞു മീനുകളാണ്. അപ്പോൾ ഇന്നലെയാണ് ബിബിനേട്ടൻ തന്നെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിനെ കുലുക്കി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. കാരണം ഒരു രണ്ടാളും ഇളകണില്ല. പുതിയ പേരിടാണെന്നുള്ളത് മാരകമായ ആലോചനയിലാണ്. ഞാൻ എന്ത് പേരിടുന്നൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മാമൻ്റെ വീട്ടിൽ സൽക്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ മാങ്ങ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. സംഭവം മാമൻ്റെ വീട്ടിൽ സൽക്കാരം ഉണ്ടായപ്പോൾ നമ്മൾ മാംഗോ ജ്യൂസ് തന്നെ അടിച്ചിരുന്നത്. ബിബിനേട്ടൻ്റെ മാംഗോ ജ്യൂസ് നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ അത്ര ഒത്തില്ലെങ്കിലും എനിക്ക് പേഴ്സണലി തോന്നി മാങ്ങ ചെത്തി നന്നാകുന്നുണ്ട്, അതുപോലെ തന്നെ വായിലേക്ക് നല്ലോണം പോകണമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷെ ഇത് ഓരോന്നും ഓരോ ടൈപ്പ് മാങ്ങയാണ് കേട്ടോ. ചിലത് നല്ല മധുരമുള്ളതേനി, ചിലത് കുറച്ച് പുളിയുള്ള ടൈപ്പേനി. അതുകൊണ്ടാവും മാങ്ങ ജ്യൂസ് അങ്ങോട്ട് സെറ്റ് ആവാത്തത്. കാരണം എല്ലാതും ഒരേ കൈൻഡ് മാംഗോ ആയാലല്ലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ്? അപ്പോൾ മാങ്ങയൊക്കെ ചെത്തി സെറ്റാക്കുകയാണ്. മാങ്ങ ചെത്തിയത് കുറേയൊക്കെ വയറ്റിലേക്ക് പോകുന്നുണ്ട്, കുറേയൊക്കെ മിക്സിൻ്റെ ജാറിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സാധാരണ എല്ലാവരും മാംഗോ ജ്യൂസ് അടിക്കുന്ന പോലെ തന്നെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. മാങ്ങയൊക്കെ ചെത്തി അതിലേക്ക് ഇട്ട് പാലും പഞ്ചസാരയും ഇട്ടിട്ട് നല്ല പോലെ അടിച്ചെടുത്ത്, പാല് കുറച്ച് കുറവായിനി എന്നൊക്കെ, അല്ലെങ്കിൽ മാങ്ങ കൂടുതൽ ഇനിയെന്നോ എന്തോ എന്നാണ് ഇവിടെ പറയണത്. അപ്പോൾ ഞാൻ ആ വോയിസ് മ്യൂട്ട് ചെയ്തതിനോടാണ് കേൾക്കാത്തത് കേട്ടോ. അങ്ങനെ ഈ ഒരു സംഭവത്തിലെത്തി. എന്നിട്ട് നമ്മൾ നല്ലപോലെ അടിച്ചെടുത്തിട്ട് ജ്യൂസ് സെറ്റായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ബിബിനേട്ടൻ അടുത്ത മാങ്ങ തിന്നണ കാഴ്ചയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പം നല്ല രസമാണ്. എല്ലാവരും കൂടി ഇങ്ങനെ നിന്നിട്ട് കിച്ചണിൽ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പണിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ആ ഒരു രസമുള്ള സംഭവമാണ്. അല്ലാതെ അടുക്കളപ്പണി എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് മാത്രമാണ് എന്നുള്ളൊരു സംഭവം വരുമ്പോഴാണ് പൊതുവെ എല്ലാവർക്കും അങ്ങനെ ഇക്വാലിറ്റി എന്നുള്ളൊരു സംഭവം വന്നിട്ടും എന്താണ് ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യം, നമ്മളും വർക്ക് ചെയ്യുന്നുണ്ട് ഓലും വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വരിക. എല്ലാവരും കയറി ഒരേപോലെ ഈക്വലായിട്ട് പോകുമ്പോൾ നമുക്ക് കിച്ചൺ എന്ന് പറയുന്നത് അത്ര വെറുപ്പില്ലാത്തൊരു സ്പേസ് ആയിട്ട് മാറും, ഇടങ്ങേറില്ലാത്തൊരു സ്പേസ് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ മാംഗോ ജ്യൂസ് ആ സമയം ഞാൻ ഡയലോഗ് അടിച്ച് കത്തി വെച്ച സമയപ്പോഴേക്കും ഒരു സംഭവം ആയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ചെത്തിയാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അച്ചുട്ടി കയറി വന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഒരു തമ്മിലുള്ള അടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അച്ചുട്ടി ചെത്തി തിന്നണ മാങ്ങ, സോറി ഗൈസ്, അച്ചുട്ടി ചെത്തിട്ട മാങ്ങ തിന്നുന്നു, ബിബിനേട്ടൻ തിന്നുന്നു. ഇതൊക്കെ വെറും ഷോ ആണ്, വേറെ ഒന്നുമല്ല. കത്തിക്കെടുത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെയും അച്ചുട്ടി തിന്നുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയമോ കുത്തലുകൾ കയ്യലുകളൊക്കെ കാണിച്ച് ഒക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം മാംഗോ ജ്യൂസ് ഇത്ര നേരമായിട്ടും തീർന്നില്ലേ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കും. കാരണം നമ്മൾ കുറേ മാങ്ങ എടുത്തിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഞങ്ങളെ കല്യാണം
കഴിഞ്ഞിട്ട് മാമൻ പോവാനായിട്ടുണ്ട്. മാമൻ 5-ാം തീയതി ആകുമ്പോഴേക്കും പോവും. അപ്പോൾ എല്ലാവരും വിളിച്ചതാണ്. മാമൻ്റെ ഫ്രണ്ട്സും എൻ്റെ വീട്ടിലുള്ളവരും അതുപോലെ തന്നെ ആൻറ്റീൻ്റെ വീട്ടിലുള്ളവരും മേമ്മമാരും നെയ്ബേഴ്സും എല്ലാവരും വിളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടായിന് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും അച്ചുട്ടിയും കൂടിയും പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പോയി. ഞാൻ ജസ്റ്റ് പോയി കൊടുത്തിട്ടില്ലേന്. അച്ചുട്ടിയാണ് പയറുപ്പേരി ഉണ്ടാക്കി. നമ്മൾ ചട്ടിക്ക് കടുകൊക്കെ പൊട്ടിച്ച് അതുപോലെ തന്നെ പയറൊക്കെ ഇട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് ഉപ്പിട്ട് മുളകും ഇട്ട് നല്ലോണം സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ വീഡിയോ ഞങ്ങൾ വീണ്ടും കാണും, കാരണം കടുക് പൊട്ടിയില്ല എന്നുള്ളത് അപ്പം ഞാൻ കാണിച്ചു തന്നതിന് എണ്ണ ചൂടാവായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കി വെച്ച ജ്യൂസ് നമ്മളപ്പം ടേസ്റ്റ് ചെയ്തില്ലേനി. ഞാനും അച്ചുട്ടിയും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, ഇനി നല്ല ടേസ്റ്റ് ഉണ്ടേനി എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അച്ചു വന്നിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു കേട്ടോ. അങ്ങനെ അച്ചും ഉണ്ണിയും ബിബിനേട്ടനും കൂടി ഇരിക്കുകയാണ്. ഉണ്ണീൻ്റെ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് എത്രയായിട്ടും സമ്മതിക്കണില്ല ഗൈസ്, അതാണ് സംഭവം. അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനി. നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയും ചിക്കൻ കടായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ടേനി. നികി കട്ട് ചെയ്തിരുന്നത് പക്ഷേ വീഡിയോയിൽ വന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തതൊക്കെ മുത്തോട്ടിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ മുന്തിരിയൊക്കെ എടുത്തിട്ട് നല്ലപോലെ കഴുകി ഫ്രൂട്ട്സിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് പൈനാപ്പിളും മുന്തിരിയും അതുപോലെ തന്നെ വത്തക്കയേനി. അപ്പോൾ അച്ചുട്ടി ഇതാ മുന്തിരിക്കൊല പറഞ്ഞ് കാണിക്കുകയാണ്. നമ്മളൊക്കെ നല്ലോണം വാഷ് ചെയ്ത് ചീത്ത മുന്തിരിയൊക്കെ മാറ്റി മുന്തിരി വെച്ചിട്ടോ. അപ്പോഴേക്കും ഏകദേശം ഒരു ഉച്ചര ആവാനായിട്ടുണ്ടേനി. നമ്മളെ ഫുഡ് വെജിറ്റബിൾ ബിരിയാണി എത്തി. അപ്പോൾ മുകളിൽ റൈസും അടിയിൽ ആ വെജിറ്റബിൾസിൻ്റെ സംഭവം. അപ്പോൾ നികി അത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എവിടെ നികിന്ന്. മുഖം കാണിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇനിയുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ മുഖം കാണിച്ചു തരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. അപ്പം ഹസ്ബൻഡിൻ്റെ അനിയനാണ് ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത്. ചെറുതായിട്ട് നിങ്ങളൊന്ന് കണ്ടു എന്ന് ഞാൻ വിചാരിക്കണേ. അങ്ങനെ ബിരിയാണി വലിയ ചെമ്പെത്തി. ആ ചെമ്പിലുള്ള സംഭവത്തിനൊക്കെ നമ്മളൊരു വേറൊരു ചെമ്പിലേക്ക് മാറ്റി നല്ലോണം മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത്. പിന്നെ എല്ലാവരും വരാൻ തുടങ്ങി, സൽക്കാരൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും എത്തി തുടങ്ങി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അവിടെ ഇരിക്കുന്നതാണ് ഞാൻ. എൻ്റെ അടുത്ത് അച്ചുട്ടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുള്ളി വരികയാണ്. കുറച്ചും കൂടി ഇടട്ടെ ചോദിക്കുകയാണ്. പക്ഷേ ഞാൻ അത്യാവശ്യം നല്ലോണം തിന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ പിന്നെയും ഞാൻ അതിലിട്ട് തിന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ബിബിനേട്ടൻ കുട്ടീനെ കളിപ്പിക്കുകയാണ്. ബിബിനേട്ടൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും കുഞ്ഞാവ കരയാൻ വേണ്ടി തുടങ്ങും കേട്ടോ. ഇത് ഇവിടെ നമ്മളെ പാപ്പൻ്റെ മോനാണ്. അപ്പോൾ കരയാൻ തുടങ്ങിയിട്ടുണ്ടേനി. പക്ഷേ എങ്ങനെയൊക്കെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി. പിന്നെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇവിടെ കളിയാട്ടം ഉത്സവം ഉണ്ടാവലുണ്ട്. എത്ര ആൾക്കാർക്ക് അറിയും എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുതിരേനെ സെറ്റാക്കുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഇത് സെറ്റാക്കി വെച്ചിട്ടുള്ള കുതിരയാണ്. ഇത് സെറ്റാക്കണ കുതിരയാണ്. ഇത് ഓരോരുത്തർ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള ആ ഓല, ഇതിനെന്തോ ഒരു ഓലയാണ് ഗൈസ്, ആ ഓല സെറ്റാക്കാണ് കേട്ടോ. ഞാൻ സംഭവം ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അച്ചുട്ടിക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ 2 യൂട്യൂബേഴ്സ് കൂടി ഈ വീഡിയോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ അവസ്ഥയാണ് കാണുന്നത്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊരു വലിയ കുതിരയാണ്. ഈ കുതിരയുമ്പോഴൊക്കെ ഈ പച്ച കളർ ഓല വെച്ചിട്ട് ഇതുപോലെ ഏകദേശം സെറ്റ് ചെയ്താക്കുമ്പം വരും കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റായിട്ട് കണ്ടതിനോടെ എനിക്ക് അതിൻ്റെ എല്ലാവിധ ക്യൂരിയോസിറ്റികളും ഉണ്ടേനി. അപ്പം നമ്മൾ കുതിരേനെ കെട്ടിയിട്ട് കുറേ ആൾക്കാർ ഈ കുതിരേനെ ഓരോ വീട്ടിലും ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തരും. അങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കറക്റ്റായിട്ട് അറിയില്ല, കറക്റ്റായിട്ട് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ലായിട്ടാണ് ഗൈസ്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോരുകയാണ് വീട്ടിലേക്ക് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിലാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. വേറെ ഒന്നുമല്ല ഗൈസ്, എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. അപ്പോൾ വീട്ടിലെത്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫാസ്റ്റായിട്ട് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലേക്കുള്ള വഴിയാണ് നിങ്ങൾ കാണുന്നത്. എന്താ പറയുക, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. 2 സൈഡിലും പച്ചപ്പുണ്ട്. അതുപോലെ തന്നെ നല്ല മഴ മൂടിയ അന്തരീക്ഷം. എല്ലാതും കൊണ്ടും ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ് ആയിരുന്നു. അങ്ങനെ ഞാനും ചുട്ടി മാത്രമല്ല പോയിട്ടുണ്ടായിരുന്നത്. ഞാനും ശില്പിയും കുട്ടിയെടുത്തും കുഞ്ഞാൻ്റെയും അമ്മയും, അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ബിബിനേട്ടനും സച്ചും ഒക്കെ ഉണ്ടേനി, ഉണ്ണിയും ഒക്കെ ഉണ്ടേനി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നടന്ന് തിരിച്ചു പോവുകയാണ്. എൻ്റെ ട്രൈപ്പോഡും പിടിച്ച് പോകണം. ഉണ്ണീനെയാണ് നിങ്ങൾ കണ്ടത്. മേലെ ഞാൻ വേദനയാക്കും എന്നുള്ളതാണ് ആ ഡയലോഗ് ഓനെ വീഡിയോയിൽ കാണിച്ചാൽ. ഇങ്ങനത്തെ ഒട്ടും കോപ്പറേറ്റീവ് അല്ലാത്ത എത്ര അനിയന്മാരുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സച്ചുവിനോട് ഞാൻ പറഞ്ഞാണ് ഓൻ്റെ വീഡിയോയിൽ നിന്നത്. ഇതാണ് സച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വീട്ടിൽ പോകുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.